ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ വൈക്കം സത്യാഗ്രഹം എന്ന ടോപ്പിക്കാണ്. കാരണം നമ്മുടെ എല്ലാ PSC എക്സാമുകളിലും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ ഭാഗത്ത് നിന്നാണ് അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ ആ ഒരു മാർക്ക് ഉറപ്പിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് ഇത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ലളിതമായിട്ട് എന്തായിട്ടാണ് പറയാൻ പറ്റുന്നത്, സഞ്ചാര സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരം അല്ലെങ്കിൽ സത്യാഗ്രഹം എന്നാണ് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. എന്നാൽ ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതും എന്താണ്, വൈക്കം സത്യാഗ്രഹമാണ്. അതായത് നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണ വിഭാഗത്തിലുള്ളവർക്ക് എന്തുണ്ടായിരുന്നില്ല, സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരായിട്ട് സംഘടിപ്പിച്ച ഒരു പ്രക്ഷോഭമാണ് ഇത് നമ്മുടെ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം നിങ്ങൾക്കറിയാം, വൈക്കം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. വേമ്പനാട് കായലിൻ്റെ തീരത്താണ് നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടന്ന ഒരു സത്യാഗ്രഹമാണ് ഇത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, എന്താണ്, വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് ഇത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അത് ഏതാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്, വൈക്കം സത്യാഗ്രഹമാണ്. അപ്പം നമ്മുടെ പ്രീവിയസ് ഇയറിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു ഇതാണ് ഏത്, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്. അപ്പോൾ ഓർക്കുക, അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇനി അത് മറക്കരുത്. ആരംഭിച്ച വർഷം നമുക്ക് നോക്കാം. എന്നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്? ഓർക്കുക, 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർക്കുക, 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഇനി നമുക്ക് നോക്കാം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന്. അതായത് പുലയ, ഈഴവ, നായർ സമുദായങ്ങളിൽപ്പെട്ട കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ തുടങ്ങിയ വ്യക്തികളാണ് ഈ സത്യാഗ്രഹം ആരംഭിച്ചത്. ഓർക്കുക, സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ തുടങ്ങിയ വ്യക്തികൾ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തുനിന്ന്, ഇതിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരെല്ലാമാണെന്ന് ഓർത്തിരിക്കുക. TK മാധവൻ, KP കേശവമേനോൻ. ഓർക്കുക, TK മാധവൻ, KP കേശവമേനോൻ തുടങ്ങിയവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് ഏത്, വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും എന്താണ്, വൈക്കം സത്യാഗ്രഹം എന്നതാണ്. വൈക്കം സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ചോദിച്ചാൽ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. മറിച്ച് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ഉത്തരം വരുന്നത്, TK മാധവൻ, KP കേശവമേനോൻ. ഇത് മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരെല്ലാമാണ്. അതുപോലെ തന്നെ ആരംഭിച്ച വർഷവും വളരെ പ്രധാനമാണ്. ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നും പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ മറ്റ് നേതാക്കൾ ആരെല്ലാമാണ്. അതായത് PSCയുടെ മാറിയ ഒരു രീതി വെച്ചിട്ട് അതിൽ ബന്ധപ്പെട്ട നേതാക്കളെ തരും, ബന്ധപ്പെടാത്ത ഒരാളെയും തരും. എന്നിട്ട് ഇതിലേതാണെന്ന്, ബന്ധപ്പെടാത്ത ആളാരാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളാരാണ് എന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്?
CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കൂരൂർ നീലകണ്ഠപിള്ള. അപ്പോൾ ഓർക്കുക, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് നേതാക്കൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കൂരൂർ നീലകണ്ഠപിള്ള. ഈ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. നമുക്ക് അടുത്ത് നോക്കാം. ഐത്തത്തിനെതിരായി TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് ഐത്തത്തിനെതിരായി TK മാധവൻ, നമ്മൾ പറഞ്ഞു TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്ന്. അദ്ദേഹം ഈ ഐത്തത്തിനെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അത് ഏത് സമ്മേളനമാണ് എന്ന് പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, കാക്കിനാട സമ്മേളനം, വർഷം വരുന്നത് 1923. ഓർക്കുക, കാക്കിനാട സമ്മേളനം, വർഷം വരുന്നത് 1923. അടുത്ത നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠം. അതായത് ഈ വൈക്കം സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരുവിന്റെ മഠം എന്തായിട്ട് ഉപയോഗിച്ചിരുന്നു? ഒരു ആശ്രമമായിട്ട് ഉപയോഗിച്ചിരുന്നു. അത് ഏത് മഠം ആണ് എന്നതാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് വെല്ലൂർ മഠം. ഓർത്തിരിക്കുക, വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന വെല്ലൂർ മഠമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായിട്ട് ഉപയോഗിച്ചത്. കൂടാതെ ശ്രീനാരായണ ഗുരുവിന്റെ 2 ശിഷ്യന്മാർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് സ്വാമി സത്യവർദ്ധൻ, അതുപോലെ തന്നെ കോട്ടുകോയിക്കൽ വേലായുധൻ. ആരൊക്കെയാണ്? സ്വാമി സത്യവർദ്ധൻ, അതുപോലെ തന്നെ കോട്ടുകോയിക്കൽ വേലായുധൻ എന്നീ 2 ശിഷ്യന്മാർ, ശ്രീനാരായണ ഗുരുവിന്റെ 2 ശിഷ്യന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പേരും മറക്കരുത്. സ്വാമി സത്യവർദ്ധൻ, കോട്ടുകോയിക്കൽ വേലായുധൻ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഈ ചോദ്യം വരാറുണ്ട്. അതായത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഓർക്കുക, വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. ഓർക്കുക, ശ്രീമൂലം തിരുനാളാണ് ഏത്? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. ഇത് മാറിപ്പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? ശ്രീമൂലം തിരുനാൾ. ഇനി നമുക്ക് നോക്കാം, അവസാനിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് നമുക്ക് നോക്കാം. ആരാണ്? വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂർ ഭരണാധികാരി. പ്രത്യേകം ഓർക്കുക, ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അവസാനിക്കുമ്പോൾ അത് റാണി സേതു ലക്ഷ്മിബായി ആണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണെന്ന്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നത് T രാഘവയ്യയാണ്. ഓർക്കുക, T രാഘവയ്യയാണ് തിരുവിതാംകൂർ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ T രാഘവയ്യയാണ്. ഇനി നമുക്ക് നോക്കാം, വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരെല്ലാമാണ്. അതായത് ദേശീയ തലത്തിലും വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു സത്യാഗ്രഹമായിരുന്നു ഏത്? നമ്മുടെ വൈക്കം സത്യാഗ്രഹം. അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തിൽ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ഗാന്ധിജി, അതുപോലെ തന്നെ EV രാമസ്വാമി നായ്ക്കർ. ഓർക്കുക, ഗാന്ധിജി, അതുപോലെ തന്നെ EV രാമസ്വാമി നായ്ക്കർ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി 2ാമതായി കേരളം സന്ദർശിച്ച വർഷം. അപ്പോൾ ഓർക്കുക, ഗാന്ധിജി 2ാമതായിട്ട് കേരളം സന്ദർശിച്ചത് വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചാണ്. ഇതും ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഏത് വർഷമാണ് കേരളത്തിലേക്ക് എത്തിയത്? അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, വർഷം എന്താണ്?
1925 ഓർക്കുക, 1925 ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലെത്തിയത്. അതും വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചാണ് എന്ന കാര്യവും ഓർക്കുക. ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആ സമയത്ത് 25 വരുന്നത്. ആ സമയത്ത് ആരായിരുന്നു? സേതു ലക്ഷ്മിബായി ആയിരുന്നു അവിടുത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. ഓർക്കുക, ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് സേതു ലക്ഷ്മിബായി ആണ് എന്ന കാര്യം ഓർക്കുക. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ്. അതായത് ഗാന്ധിജി കേരളത്തിലേക്ക് വന്നു, വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പ്രേരണയാലും എന്ത് വന്നു? ഒരു ദേശീയ നേതാവ് സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചു. ആ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആചാര്യ വിനോബ ഭാവെയാണ്. ഓർക്കുക, ആചാര്യ വിനോബ ഭാവെയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ആരാണ്? റാണി സേതു ലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂർ ദിവാനായിരുന്നത് ടി രാഘവയ്യ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജി, EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ചോദിച്ചാൽ 1925. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അതുപോലെ ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്ന അത് ആരാണ്? തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നത് സേതു ലക്ഷ്മിബായി ആണ്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആചാര്യ വിനോബ ഭാവെയാണ്. ഇനി നമുക്ക് നോക്കാം, വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഗാന്ധിജി വന്നു, അതുപോലെ തന്നെ കൂടെ വന്ന ഒരാളാണ് EV രാമസ്വാമി നായ്ക്കർ. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്. അദ്ദേഹത്തിന് ചില പേരുകളിൽ അല്ലെങ്കിൽ ചില വിശേഷണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പെരിയോർ, അതുപോലെ വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. ഓർക്കുക, പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. ഇതും പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, പെരിയോർ എന്നും വൈക്കം ഹീറോ എന്നും വൈക്കം വീരർ എന്നും അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. അതുപോലെ തന്നെ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത്, നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് EV രാമസ്വാമി നായ്ക്കറുടെ നേതൃത്വത്തിൽ എന്ത് സംഘടിപ്പിച്ചു? ഒരു ജാഥ സംഘടിപ്പിച്ചു. അപ്പോൾ ഓർക്കുക, മധുരയിൽ നിന്ന് വൈക്കത്തേക്ക്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് വന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് EV രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വൈക്കത്താണ് അല്ലേ? അത് നമുക്ക് ഓർക്കാം. കാരണം എന്താണ്? വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ EV രാമസ്വാമി നായ്ക്കറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ എവിടെയായിരിക്കും? വൈക്കത്തായിരിക്കും. അതായത് വൈക്കം സത്യാഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഒരു ദേശീയ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ എന്ന കാര്യം ഓർക്കുക. ഇനി ഇതുപോലെ തന്നെ പിന്തുണ നൽകിയ ഒരു വിഭാഗമാണ് അകാലികൾ. ഈ വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ച പഞ്ചാബിൽ നിന്നുള്ള ഒരു വിഭാഗമാണ് അകാലികൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന്, സ്ഥലം ഓർത്തിരിക്കുക, പഞ്ചാബിൽ നിന്ന് എത്തിയതാണ് ആര്? അകാലികൾ. പഞ്ചാബിൽ നിന്ന്. അകാലികളുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ ലാലാ ലാൽ സിംഗ്. ഓർക്കുക, ലാലാ ലാൽ സിംഗ് ആണ് അകാലികളുടെ നേതാവ്. അകാലികൾ, അതിൽ തന്നെ എന്തുണ്ട്? ലാലാ ലാൽ സിംഗ്, എത്രയോ ലാ കിടക്കണം അല്ലേ? അപ്പം അങ്ങനെ ഓർക്കുക, അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ്. സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവർ. വെറുതെ വരികയല്ല ചെയ്തത്, അവരെന്ത് ചെയ്തു? ഈ വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ പങ്കെടുക്കുന്നവർക്കായിട്ട് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകി. അതും ഓർക്കുക, എന്താണ്? സത്യാഗ്രഹികൾക്ക്
സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയതും അകാലികളാണ്. അപ്പോൾ ഓർക്കുക, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ അത് അകാലികളാണ്. അകാലികളുടെ നേതാവ് ലാൽ സിംഗ്. അതുകൂടാതെ സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയതും നമ്മുടെ അകാലികളാണ് എന്ന കാര്യം ഓർക്കുക. അടുത്തതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നത് സവർണ ജാഥ. സവർണ ജാഥ ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ്. ഈ സവർണ ജാഥ സംഘടിപ്പിക്കാനായിട്ട് പ്രേരണ നൽകിയത് നമ്മുടെ ഗാന്ധിജിയാണ്. അതും ഓർക്കുക. നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞു മന്നത്ത് പത്മനാഭനാണ് അല്ലേ? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച്. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു മധുരയിൽ നിന്നും വൈക്കത്തേക്ക് വന്നത്. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണെന്ന് പറഞ്ഞു? ആരുടെ നേതൃത്വത്തിലാണ്? EV രാമസ്വാമി നായ്ക്കറുടെ നേതൃത്വത്തിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതും സ്ഥലം ഓർക്കണം. വൈക്കത്ത് നിന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. അതും ഓർക്കുക. വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ എന്ന കാര്യം ഓർക്കുക. കുറേ തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഓർക്കുക, പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്, അല്ലെങ്കിൽ സവർണ ജാഥ എവിടെ നിന്ന് എവിടേക്കായിരുന്നു എന്നൊക്കെ ധാരാളമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സവർണ ജാഥ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർക്കുക. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്? നമ്മൾ പറഞ്ഞു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഓർക്കേണ്ടത് സവർണ ജാഥ ആരംഭിച്ച വർഷം 1924 നവംബർ 1-ാം തീയതിയാണ് സവർണ ജാഥ ആരംഭിച്ചത്. ഓർക്കുക, 1924 നവംബർ 1-നാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ്. ആരംഭിച്ച വർഷം നമ്മൾ പറഞ്ഞു 1924 നവംബർ 1-ാം തീയതിയാണെന്ന്. എന്നാൽ അത് എന്നാണ് എത്തിയത് എന്ന് ചോദിക്കേണ്ടത്. അതായത് തിരുവനന്തപുരത്ത് എന്ന് എത്തിയെന്ന് ചോദിച്ചാൽ 1924 നവംബർ 12. നമ്മൾ പറയാം ആരംഭിച്ചത് നവംബർ 1. 1 കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? 2. അപ്പോൾ അങ്ങനെ ഓർക്കുക, നവംബർ 12. 12-ന് ജാഥ എവിടെ എത്തി? തിരുവനന്തപുരത്ത് എത്തി എന്ന കാര്യം ഓർക്കുക. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? അടുത്തത് ഈ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും 3 സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് വന്നത് ആരുടെ നേതൃത്വത്തിലാണ്? EV രാമസ്വാമി നായ്ക്കർ. വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആ ജാഥ അറിയപ്പെടുന്നത് സവർണ ജാഥ എന്ന പേരിലാണ്. ഇനി അടുത്തത് പറയുന്നത് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആരുടെ നേതൃത്വത്തിലാണ്? ME നായിഡു. ഓർക്കുക, ME നായിഡുവിൻ്റെ നേതൃത്വത്തിലാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. ഓർക്കുക, നായിഡു എന്ന പേരിൽ തന്നെ നായുണ്ട്. നാ എന്ന് പറഞ്ഞാൽ നാഗർകോവിൽ. ഓർക്കുക, നാഗർകോവിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നായിഡു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ME നായിഡു എവിടെ നിന്ന്? നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. സവർണ ജാഥ സംഘടിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തി മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം. ആരംഭിച്ച വർഷം 1924 നവംബർ 1-ാം തീയതി. സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തിയ വർഷം ചോദിച്ചാൽ 1924 നവംബർ 12-നാണ്. കൂടാതെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് ME നായിഡുവാണ് എന്ന കാര്യവും ഓർക്കുക. ഇനി നമുക്ക് നോക്കാം. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി
ആരായിരുന്നു? വൈക്കം മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ആളുകളുടെ ഒപ്പ് ശേഖരിച്ചതിന് ശേഷം സമർപ്പിക്കുന്ന നിവേദനമാണ് വൈക്കം മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഈ വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരിക്കും? റാണി സേതു ലക്ഷ്മിബായി ആണ്. കാരണം ഇത് സമർപ്പിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു? വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. അപ്പോൾ അവസാനിക്കുമ്പോൾ ഭരണാധികാരി ആരാണെന്ന് നമ്മൾ പറഞ്ഞു? റാണി സേതു ലക്ഷ്മിബായി ആണ്. അപ്പോൾ ഓർക്കുക, വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് റാണി സേതു ലക്ഷ്മിബായി ആണ് എന്ന കാര്യം ഓർക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1925 നവംബർ 23 എന്ത്? വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്, ഓർത്തിരിക്കുക. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. ഇനി നമുക്ക് നോക്കാം, സത്യാഗ്രഹത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് ഏകദേശം 603 ദിവസമായിരുന്നു. എത്രയാണ്? 603 ദിവസം. 603 ദിവസമാണ് എന്ത് നീണ്ടു നിന്നത്? വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. അങ്ങനെ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള മറ്റ് നടപ്പാതകളെല്ലാം അവർണ ജാതികൾക്ക് കൂടി എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. അങ്ങനെ ജാതി മതഭേദമന്യേ എല്ലാവർക്കുമായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ഓർക്കുക, അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1925 നവംബർ 23 ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓർക്കുക, സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം. ഓർക്കുക, സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഓർക്കുക, വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ ഇത്രയും കാര്യം നമുക്കൊന്നുകൂടെ നോക്കാം. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 സത്യാഗ്രഹത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 603 ദിവസമാണ് നീണ്ടുനിന്നത്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയറിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ, അതായത് ഈ ഭാഗത്തു നിന്നും ഒരു മാർക്ക് ഇനി നിങ്ങൾക്ക് നഷ്ടമാകാത്ത രീതിയിൽ നിങ്ങളിത് ഒപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ സ്വപ്നം കാണുന്നവർക്ക് ഓർക്കുക, മിൻറ്റ് എന്ന പ്ലാറ്റ്ഫോം ഒപ്പം ഉണ്ട്. അപ്പോൾ അവിടുത്തെ പ്രത്യേകതകൾ കേരള PSC, ബാങ്കിങ്, SSC, റെയിൽവേ, 8 to 12 സ്കൂൾ ട്യൂഷൻ, മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ്, എൻട്രൻസ് കോച്ചിങ്, LLB ക്ലാസ്സസ്, ഫിനിഷിംഗ് സ്കൂൾ, സ്പെഷ്യാലിറ്റീസ്, ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ട്. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസ്, ടെസ്റ്റ് സീരീസ് മന്ത്ലി ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി ഉണ്ട്. സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ്, ബുക്സ് ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.